ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് ശനിയാഴ്ച കേട്ടോ, നമ്മൾ കളറിലാണ്, യൂണിഫോം ഇട്ടിട്ടില്ല. സമയം 8:04 അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓണാക്കിനിപ്പോൾ. അപ്പം കുറേ ട്രിപ്പുകൾ, നല്ല സർജ് ഉണ്ട് ഇന്ന്. മാച്ച് ട്രിപ്പുകളാണ് വന്നത്, സാധാരണ ട്രിപ്പായിട്ട് വന്നിട്ടില്ല. ഇന്ന് നല്ല സർജ് ഉണ്ട് ഊബറിൽ. അപ്പോൾ ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്ത് റാപ്പിഡ് ഓണാക്കിയപ്പോൾ അതിലും ട്രിപ്പ് അടിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒന്നും കൂടി ഊബർ ഓണാക്കട്ടെ. മാച്ച് ട്രിപ്പുകൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നല്ല ട്രിപ്പുകൾ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം ഓഫ്ലൈൻ ആക്കിയതാണ്. പിന്നെ ഇവിടെ 4G ആണ്, അപ്പോൾ അതാ ട്രിപ്പ് അടിക്കണ്ട്. 25 കിലോമീറ്റർ 353 രൂപ ഉള്ളൂ. ചെണ്ടമംഗലം കിടക്കുന്നത് നമ്മളെ കൂനമ്മാവ് മന്നം ആ വഴിക്കൂടെ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊന്നും പിന്നെ റിട്ടേൺ ട്രിപ്പ് കിട്ടൂല. ഈ മുതലാവാത്ത കിലോമീറ്ററിൻ്റെ ട്രിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാല് പോരും വേണ്ടി വരും. ഈ കൂനമ്മാവ് വരെയും എന്തായാലും കാല് പോരേണ്ടി വരും. ഇവിടെ നിന്നൊക്കെ കിട്ടും, ചിലപ്പോഴേ കിട്ടുള്ളൂ, വടക്കം പറവൂര് ഈ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓക്കെ. 253 രൂപയ്ക്ക് 12 കിലോമീറ്റർ. അപ്പോൾ എന്താണെന്നോ, ഏകദേശം 373ൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിയ ഒരു എമൗണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്നോ, ഈ ട്രിപ്പ് നമുക്ക് വേണ്ട. ഇത് മറ്റേ നഷ്ട ട്രിപ്പാണ്. ഊബർ ഓഫ് ചെയ്തിട്ടോ, ഇനി റാപ്പിഡോ മാത്രമേ ഓടണുള്ളൂ. നമ്മളെ ഇന്നലെ അയൽവാസി ഉണ്ടല്ലോ, ഓന് ഇന്നലെ ഊബറിൽ 2 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ റാപ്പിഡോയിലാണ് എടുത്തത്. റാപ്പിഡോയിൽ ഇന്നലെ എത്ര 2000 എത്ര റുപ്യക്ക് ഓന് ഓടി. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ട്രിപ്പ് റാപ്പിഡോയിലുണ്ട്. അപ്പോൾ ഞാനും ഇനി ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയിട്ടു. അപ്പോൾ നമ്മൾ റാപ്പിഡോൻ്റെ കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ കേട്ടോ. റബേലാണ് 1.2 കിലോമീറ്റർ ഉള്ളൂ പിക്കപ്പ്. നമ്മൾ മറ്റേ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു കേട്ടോ. നമ്മുടെ ക്യാൻസലേഷൻ റേറ്റ് ചിലപ്പോൾ ഒന്നുകൂടി കൂടിയിട്ടുണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. ഇതുവരെ 7 ആയിരുന്നില്ലേ, ഇപ്പോൾ 8 ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അത് കുഴപ്പമില്ല, ഇനി നമ്മൾ കുറച്ച് നേരത്തിന് ഊബർ ഓൺ ആക്കുന്നില്ല. ആ ട്രിപ്പ് ഊബറിൻ്റെ ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ ട്രിപ്പാക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും. കാരണം നമുക്ക് 375 തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടോട്ടൽ ഒരു 500 സംതിങ് അത് ഊബറായിട്ട് ടോട്ടൽ വാങ്ങുന്നുണ്ടാവും. ബാക്കി ഫുള്ള് കമ്മീഷനൊക്കെ പോകുന്നുണ്ടാവുക. അപ്പോൾ പേഴ്സണലാക്കി നമുക്ക് ലാഭം ഉണ്ടാവും. പക്ഷേ അപ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടൂല ആ സ്ഥലത്ത് നിന്ന്, അവിടുന്ന് കാലടിച്ച് പോരേണ്ടി വരും. അതിലാറ് നല്ലത് ഇങ്ങനത്തെ റാപ്പിഡോൻ്റെ 12 കിലോമീറ്ററിൻ്റെ 260 257 രൂപയുടെ ഒക്കെ ട്രിപ്പ് എടുക്കണതാണ്. അതാകുമ്പോൾ 2 ട്രിപ്പ് എടുക്കുമ്പോൾ 500 റുപ്യയായി. ആകെ 12-24 കിലോമീറ്റർ ഈ ടൗണിൽ തന്നെ കറങ്ങും ചെയ്യാം. ഇപ്പം എന്നും നമുക്ക് ഇവിടുന്ന് കേട്ടോ, താജുവിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് എന്നും ട്രിപ്പ് അടിക്കണേ. ഈ ബംഗാളി കോട്ടയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നല്ല ട്രിപ്പ് ഉണ്ട് തോന്നുന്നു. ഇന്നലെയൊക്കെ റാപ്പിഡോയിലേ നല്ല നല്ല ട്രിപ്പുകൾ അടിച്ചിരുന്നു. 400 റുപ്യ, അതേപോലെ മറ്റേ 250 രൂപയൊക്കെ ഉണ്ടായിരുന്നു 11 കിലോമീറ്ററിന് 250 രൂപ. നല്ല അത്യാവശ്യം റേറ്റിലാണ് ഇന്നലെ റാപ്പിഡോ ട്രിപ്പ് കൊടുത്തതിന്. ഊബറിൽ ഇന്നലെ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു, ഇന്നലെ പിക്കപ്പ് നല്ലോണം കൂടുന്നുണ്ട്. അപ്പം നമുക്ക് മാത്രം നല്ല പിക്കപ്പ് കൂടുന്നത്. എനിക്ക് തോന്നുന്നത് ഊബറിൻ്റെ കുറേ കസ്റ്റമറുകൾ റാപ്പിഡോക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഊബറിൻ്റെ ഇതൊക്കെ പോയോണ്ട് വണ്ടിൻ്റെ ആൾക്കാരൊക്കെ പോയോണ്ട് അതായിരിക്കും ചിലപ്പോൾ പിക്കപ്പ് കൂടുന്നുണ്ടാവുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആദ്യം ഊബറിൽ പിക്കപ്പ് കുറവായിരുന്നു, റാപ്പിഡോയിൽ ട്രിപ്പ് അടിക്കുമ്പോൾ പിക്കപ്പ് കൂടിയിന് വണ്ടികളില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ റാപ്പിഡോൻ്റെ പിക്കപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ഊബറിൻ്റെ പോലെ ആയിട്ടുണ്ട്. കാരണം എന്താ, എല്ലാവരും ഇതിലേക്ക് വന്നുകൊണ്ടു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഒരു 4 ആൾക്കാരുണ്ടായിരുന്നു, ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ അവർ 153 രൂപ ഗൂഗിൾ പേ ചെയ്ത് ബാക്കി 100 ക്യാഷ് തന്ന്. 253 രൂപ കേട്ടോ ഫെയർ ഉണ്ടായിരുന്നത്. അത് 11 കിലോമീറ്റർ ഉണ്ടായിട്ടുള്ളൂ. 11 എവിടെ 12.83 കിലോമീറ്റർ ആയോ, 11 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൂടിയത് കൊണ്ടോ 19 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. 29 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. നമ്മളെ ഊബറിൻ്റെ ക്യാൻസലേഷൻ റേറ്റ് 8 ആയിട്ടുണ്ട് കേട്ടോ. ഈ ട്രിപ്പ് അടിപൊളിയായിരുന്നു. പക്ഷേ എങ്കിൽ എന്താണെന്നോ, റോഡ് ഭയങ്കര മോശമായിരുന്നു. 2 കിലോമീറ്റർ, ലാസ്റ്റ് 2 കിലോമീറ്ററിൽ ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഇവിടെ കുറേ പോലീസുമാരും കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് സ്ഥാനാർത്ഥിൻ്റെ എന്തെങ്കിലും വീടാണ് എന്താ അറിയില്ല. ഇവിടെ കണ്ടോ ബാൻഡടി മേളം, സ്ഥാനാർത്ഥിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. ഈ ലെഫ്റ്റ് സൈഡത്തെ ഒരു വീട്ടിലാട്ടോ പരിപാടി. ഇവിടെ പന്തലൊക്കെ ഇട്ടുക്കണം. നമ്മളെ കിഴക്കമ്പലം കഴിഞ്ഞിട്ട് ഇത് പെരുമ്പാവൂർ റോഡാണ്. ഇപ്പം നമ്മൾ കിഴക്കമ്പലം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കിഴക്കമ്പലത്തിൽ നിന്ന് ഈ പെരുമ്പാവൂർ റോഡ് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. ഭയങ്കര മോശം റോഡ്. ഇത് പണ്ട് മുതലേ ഈ റോഡ് മോശമാണ്. എല്ലാ റോഡുകളും ഇലക്ഷൻ്റെ സമയത്ത് ഒന്ന് ശരിയാക്കുന്നുണ്ട്. ഇവിടെ അതും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഭാഗം മുതലാണ് റോഡ് കംപ്ലൈൻറ്റ് തുടങ്ങുന്നത്. ഇതുണ്ടോ എന്തൊരു എഡ്ജാന്ന് നോക്കിയത്. ഇവിടെ നിന്നൊക്കെ പതുക്കെ എടുത്ത് പോയിക്കാൻ, അല്ലെങ്കിൽ കാറിൻ്റെ ചെറിയൊക്കെ അവിടെ വരുത്തും. പിന്നെ ഇവിടെ നിങ്ങോട്ടൊക്കെ ഇങ്ങനത്തെ ഒരു ഗട്ടർ റോഡ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് ഒരു കുണ്ടും കുഴിയും. ഇതിലൊക്കെ പോയാലേ വണ്ടിൻ്റെ പരിപ്പളക്കും. ഈ ഒരു കുഴിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ കുഴി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ മഴ പെയ്ത് എന്തായാലും വെള്ളം കാറിൻ്റെ എന്തായാലും ഡോറിൻ്റെ അടുത്തേക്ക് എത്തും. അത്രക്ക് താഴ്ചയുണ്ട് ഇവിടെയൊക്കെ. നമ്മളെ കിഴക്കമ്പലം കേട്ടോ ഇപ്പോൾ ഉള്ളത്. കിഴക്കമ്പലം പള്ളിക്കരക്ക് പോണ റോഡാണിത്. അവിടേക്ക് പോയാൽ പള്ളിക്കര ബാക്കിലാണ് കിഴക്കമ്പലം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തേക്കാം. ഇവിടെ എന്തൊരു സ്കൂളോ കോളേജ് എന്തോ ഉണ്ടോ. അപ്പോൾ ഊബർ 0 ഏണിങ്സ് ആണ്. ഊബർ തെറ്റിക്കേക്കാരം. ഫസ്റ്റത്തെ ട്രിപ്പ് അടിച്ചിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിട്ടേ. ഒരു ട്രിപ്പ് അടിച്ചതൊക്കെ 6.2 കിലോമീറ്റർ 16 കിലോമീറ്റർ ഉണ്ടാവും ടോട്ടൽ കേട്ടോ. 185 റുപ്യ
10 കിലോമീറ്ററിന് തന്നെ 155 ഡ്രോപ്പിൻ്റെ ദൂരം. അതിൽ 6 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട്. എന്താണ് 16 കിലോമീറ്റർ ഊബറിൻ്റെ ട്രിപ്പുകളാണ് അതൊക്കെ. ഇതോ 22 കിലോമീറ്ററോ വണ്ടിയില്ല. പിക്കപ്പ് 300 മീറ്ററോ. ഞാനത് കണ്ടാണ്ട് എടുത്തതാ. ഇത് ചിലപ്പോൾ അക്സെപ്റ്റ് ആവട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമുക്ക് യാതൊരു ട്രിപ്പ് അടിച്ചു തൃക്കാക്കരക്ക്. അത് ഞാൻ എടുത്തു. അത് 2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. പോകേണ്ടി നിൽക്കുക. അപ്പോൾ കസ്റ്റമർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇത് കിട്ടിയില്ല കേട്ടോ. അത് പോയി ഭാഗ്യം. അപ്പോൾ ഊബറുകാർ നമുക്കൊരു മെസ്സേജ് അയച്ചിരിക്കണം. എന്ത് ഊബറിൽ ഇങ്ങനെ കുറേ ട്രിപ്പുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് റിക്വസ്റ്റ് മാച്ചിങ്ങിലാട്ടോ. ഒക്കെ പിക്കപ്പ് കൂടുതലും പൈസ അല്ല. ഊബർ മൊത്തത്തിൽ ഇപ്പോൾ ചെയ്യുന്നു. ആകെ അങ്ങോട്ട് നശിച്ചിരിക്കണം ഊബർ. ഇതാ വരുന്ന അടുത്തത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ആലുവക്കാണ് 230 രൂപയുടെ. ഇത് വേണ്ട. അപ്പോൾ എന്നിട്ട് ഊബർ ആ മെസ്സേജ് അയച്ചതിൽ വിട്ടുകയാണ്. മറ്റേ നിങ്ങൾ ലാസ്റ്റ് എടുത്ത 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. വിരട്ടലാണ്, പേടിപ്പിക്കലാണ്. അക്കൗണ്ട് ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല, അക്കൗണ്ട് ഇനി പൂട്ടിച്ചാലും കുഴപ്പമില്ല. നമ്മൾ അതുവരെ ഓടും. പൂട്ടിക്കോളം ഓടും. അതായത് ഈ നഷ്ട ട്രിപ്പുകൾ നമ്മൾ ഒരിക്കലും ഞെടുക്കണില്ല. നഷ്ടത്തിൽ ഓടുന്ന പരിപാടികളില്ല. ഇത് ഇവരൊക്കെ പുതിയ എന്താണെന്നോ പമ്പിൽ പോയ ചെറിയും കാട്ടി കൊടുത്ത CNG അടിച്ചിരുന്ന പൈസ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെറുതെ ഊബറിന് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഊബർ ഓക്കെ, നമുക്കൊരു മാന്യമായ റേറ്റ് തരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് പോവായിരുന്നു. ഊബർ എത്ര കമ്മീഷൻ എടുത്താലും നമുക്ക് പ്രശ്നമില്ല. നമുക്കൊരു 20-19 റുപ്യ വെച്ചിട്ട് കിലോമീറ്ററിന് തരികയാണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖമാണ്. ഊബർ മാത്രമേ നമ്മൾ ഓടുള്ളൂ. ഇത് ഊബർ മറ്റേ കിലോമീറ്ററിന് 30 റുപ്യ വെച്ചിട്ട് വാങ്ങും. എന്നിട്ട് നമുക്ക് തരിക 13-14 റുപ്യ വെച്ചിട്ട് നമുക്ക് തരുള്ളൂ. ഇതിപ്പോൾ ഒരു പാലാരോട്ടത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ആൻഡോ ഊബറിലോട്ട് അടിച്ചിരിക്കണം. ഊബറിൽ കുറേ നേരമായി ഇപ്പോൾ മേച്ച ട്രിപ്പുകൾ വന്നുകൊണ്ടിരിക്കണേ. ഇത് വലിയ ദൂരമല്ല, 1.5 കിലോമീറ്റർ ഉള്ളൂ പിക്കപ്പ്. 1.1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഏതായാലും പോയിട്ട് ആൻഡോനെ പോയി പിക്ക് ചെയ്യട്ടെ. പാലാരോട്ടത്തേക്കാണ്. നമ്പർ 27-22. ഇപ്പോൾ ഇവിടെ ചക്കരപ്പറമ്പിലാട്ടുള്ളത്. വെണ്ണല ചക്കരപ്പറമ്പിൽ. ഊബർ ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ഇവിടെ ചക്കരപ്പറമ്പിലുള്ള സ്റ്റാർബക്സിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. നമ്മളെ കിഴക്കമ്പലത്തിൽ നിന്ന് കിട്ടിയ ട്രിപ്പിന് ശേഷമേ നമുക്ക് വേറെ ട്രിപ്പും പാടെ ഊബറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ട്രിപ്പായി ഊബറിൽ. ആദ്യം കിഴക്കമ്പലത്തിൽ നിന്ന് അടിച്ചത് ഇതാണ് 231 രൂപയുടെ പാലാരോട്ടത്തേക്ക്. അത് കഴിയണതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കച്ചേരിപ്പടിക്കൊക്കെ. ഒരു ചെറിയ ട്രിപ്പാണ് 132 6 കിലോമീറ്റർ. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഏകദേശം മുമ്പേ ഞാൻ ഊബർ ഓഫ് ചെയ്തു. കാരണം നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ആയിരുന്നു. ഒരു പുള്ളിക്ക് ചാടിയിട്ട് വാർണിംഗ് ലൈറ്റ് കത്തിക്കായിരുന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. നമ്മളെ ഹൈക്കോർട്ടിൻ്റെ അവിടുന്ന് CNG അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്തപ്പോഴാണ് ഈ ട്രിപ്പ് അടിക്കണത്. അത് റാപ്പിഡോയിൽ 182 രൂപയുടെ ട്രിപ്പാട്ടോ. പെർ കിലോമീറ്റർ 24 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ CNG പമ്പ് ഉണ്ട് ചക്കരപ്പറമ്പ്. അപ്പോൾ അത് വെണ്ണലായതുകൊണ്ടാട്ടോ ഞാൻ ട്രിപ്പ് എടുത്തത്. ഇല്ലാന്ന് ഞാൻ ട്രിപ്പ് എടുക്കൂല അതിന്. കാരണം ഞാൻ വൈറ്റിലാന്നാണ് ആദ്യം കണ്ടത്. അതാണെങ്കിലും കുഴപ്പമില്ല. വൈറ്റിലെല്ലാം നമുക്ക് രണ്ട് CNG പമ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും പോയിട്ട് CNG അടിക്കട്ടെ, എന്നിട്ട് ഊബർ ഓണാക്കാം. അപ്പോൾ സൂപ്പറായി. ഇവിടെ CNG ഇല്ല. നമുക്കിവിടെ എത്തുന്നതിൻ്റെ ഒരു 200 മീറ്റർ മുമ്പ് 215 രൂപയുടെ ഒരു റാപ്പിഡോൻ്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ ഏതായാലും പമ്പിൻ്റെ അടുത്ത് എത്തിയല്ലോ എന്ന് എഴുതിയില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇന്ന് CNG ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഹൈവേ കയറിയിട്ട് വൈറ്റിലൊക്കെ പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എടപ്പള്ളി പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറ്റിലൊക്കെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ HP പമ്പ്. ഇവിടെ CNG ഇല്ല. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ വൈറ്റിലെ ഹബിൻ്റെ സൈഡിലുള്ള പമ്പ് ഉണ്ടല്ലോ, അവിടുന്ന് തന്നെ അടിക്കാം. അവിടുന്നാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ അടിക്കണം അല്ലേ. 2 വട്ടമായിട്ട് ലാസ്റ്റത്തെ കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട്. കണ്ടോ, കറക്റ്റ് 200 കിലോമീറ്റർ ആയി. ഇപ്പോഴും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനി ലാസ്റ്റ് ഒരു കട്ടിമ്പാടുണ്ട്. അത് ബ്ലിങ് ആയി തുടങ്ങിയിട്ടും ഇല്ല. അപ്പോൾ ഇനിയൊരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ എന്തായാലും പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ 200 കിലോമീറ്റർ ആയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് ഉണ്ട് അവിടുത്തെ CNGക്ക്. അപ്പോൾ അവിടുന്ന് തന്നെ അടിക്കാം. അങ്ങനെ നമ്മളെ നല്ല പ്രഷറുള്ള പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വൈറ്റിലെ ഹബിൻ്റെ അവിടെയുള്ള CNG പമ്പ്. ഇവിടെ ചേച്ചി എയർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഓട്ടോറിക്ഷയ്ക്ക്. നമുക്ക് വേണം കുറച്ച് എയർ അടിക്കുക. എയർ അടിച്ചിട്ട് കുറേ ദിവസമായിക്കണം. അങ്ങനെ സമാധാനമായി. വണ്ടിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. CNG അടിച്ചു. ഒരു 36 കാറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. എയർ അടിക്കണ സമയത്ത് തന്നെ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റില ഹബിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അവിടെ നോ പാർക്കിംഗ് ആണ്. അവിടെ പോലീസ് ഇങ്ങനെ വരും. ആ ഇൻ്റർലോക്കിൽ ബസ് വരുന്ന അവിടെ ഇങ്ങനെ വണ്ടി ഇട്ടാൽ. എന്നാലും പോലീസ് വരുമ്പോൾ എടുത്ത് മണ്ട. അതുവരെ അവിടെ കിടക്കട്ടെ. ഇന്ന് വലിയ തിരക്കില്ല ശനിയാഴ്ച ആയിട്ടേ. ഒരു വട്ടം CNG ഇപ്പം തന്നെ പോയിട്ടോ. പമ്പെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വട്ടം CNG പോയി. 230 രൂപ കേട്ടോ CNG അടിച്ചത്. ഇവിടെ ഈ നോ പാർക്കിങ്ങിൻ്റെ അവിടെ പാർക്ക് ചെയ്യാം. നല്ല അനുസരണമായിട്ട്. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. പിന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ തണൽ. അവിടേക്കൊക്കെ നല്ല വെയിലാണ്. ബാക്ക് ഭാഗത്ത് കൂടെയൊക്കെ ഇപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നിന്, പക്ഷേ കിട്ടിയില്ല, പോയി. നമുക്ക് ഹബ്ബിൽ നിന്നൊരു 116 രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സച്ചിത്
ഇത് 116 ഉള്ളൂ. മരടിലേക്കാണ്. കസ്റ്റമർ ഒന്ന് വിളിച്ചോട്ടെ. വൈറ്റിലെ ഹബ്ബാണ് കാണിക്കുന്നത്. ഹലോ ഹലോ എവിടെ നിൽക്കുന്നത്? ഇത് വൈറ്റില മറ്റേ മെട്രോ സ്റ്റേഷന്റെ എക്സിറ്റിനവിടെ. വാട്ടർ മെട്രോന്റെ ആണോ? ഞാനിവിടെ ഉണ്ടല്ലോ വാട്ടർ മെട്രോന്റെ ഫ്രണ്ടില്. വണ്ടിയുടെ കളർ ഏതാ? വൈറ്റ് കളറ്. വൈറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. ഏതാ? വാട്ടർ മെട്രോ ആണോ നോർമൽ മെട്രോ ആണോ? വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയുടെ അവിടെ. വാട്ടർ മെട്രോന്റെ അവിടെ ഉണ്ടല്ലോ. വണ്ടിയുടെ നമ്പർ പറയോ? KL 540642. കണ്ടില്ലല്ലോ ചേട്ടാ, എനിക്കറിയത്തില്ല. പുള്ളി ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറയും. നിങ്ങൾ കൊടയിൽ നിൽക്കുന്നതാണോ? കൊടയോ? അല്ലല്ലല്ല, ഒരു പച്ച ഷർട്ടും അതാണോ പറയുന്നേ? അതല്ല, ഇതാണ് വാട്ടർ മെട്രോ കിടക്കുന്നത്. കണ്ടോ മേലെ ഇരിക്കണ്. ഞാൻ ഈ ഒരു ഭാഗത്താണ് നോക്കുന്നത്. അവരിങ്ങനെ കറക്റ്റ് പറയുന്നുണ്ട് ബസ് ഇറങ്ങി വരുന്നിടത്ത്. പക്ഷെ അവര് നിക്കുന്നത് ഇവിടെ. ഇതുണ്ടോ ഈ യെല്ലോ കളറ്? നമ്മളാ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. കുണ്ടന്നൂർക്കുള്ള നമ്മളെ ഫോറം മാളിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് ഒരു കാമുകനും കാമുകിയാണെന്നാ തോന്നുന്നത്. അവര് കറങ്ങാൻ വന്നിക്കാണ്. അപ്പൊ കുറെ കോളുകളൊക്കെ വരുന്നുണ്ട്. വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറക്കാട്ടോ. അപ്പൊ വണ്ടി കയറുന്നതിന് മുമ്പ് തന്നെ കോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ വണ്ടി കയറാൻ കുറച്ച് ലേറ്റ് ആയി. 2 മിനിറ്റ് അവിടെ സംസാരിച്ചെന്ന്. അപ്പോൾ വീട്ടിലൊക്കെ അറിയാണ്ട് പോകുന്നതാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ കൊച്ചിയിലെത്തിയടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കറങ്ങാൻ വന്നിക്കാണ്. അതിന് നമുക്ക് 111 രൂപ കേട്ടോ കിട്ടിയത്. ഇപ്പൊ ഉള്ള പിക്കപ്പ് 2.4 കിലോമീറ്റർ ഉണ്ട്. പിക്കപ്പ് 2.7 എത്ര ഉണ്ടായിരുന്നു. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഫോറം മാള്. ലെഫ്റ്റിൽ കാണുന്ന ഈ ബിൽഡിംഗ് കണ്ടോ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മള് ഈ ട്രിപ്പ് നമ്മള് ക്ലോസ് ചെയ്തിട്ടോ. ഇത് ക്ലോസ് ചെയ്ത ഉടനെ നമുക്കൊരു ചെറിയൊരു ഇൻട്രസിറ്റി അടിച്ചിട്ടുണ്ട്, ഒരു ആദർശ്. അപ്പൊ ഇത് കുമ്പളങ്ങിക്കാണ്. 505 രൂപ എത്ര കണ്ടിട്ടുണ്ടായിരുന്നു ഫെയർ. അപ്പോൾ ഇനി ഇവിടെ പോയിട്ട് ഇരുമ്പന സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞിട്ടാണ് കസ്റ്റമർ ഹെഡ് കാണുന്നത്. അങ്ങനെ നമ്മളെ ഇന്റർസിറ്റി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ആ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതിന് നമുക്ക് കിട്ടിയത് 481 രൂപയായിട്ട് കിട്ടിയത്. അത് എത്ര കിലോമീറ്റർ പോകുന്നത്? 19.70 കിലോമീറ്റർ. 643 ക്യാഷ് കളക്ട് ഉള്ളത്. 46 ഇട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നാവും. ചിലപ്പോൾ ആളിയിൽ 46 കണ്ടിട്ടുണ്ടാവും. നമ്മളിൽ കുറച്ചിട്ടാണ് കാട്ടിക്കണത്. പിന്നെ നമുക്ക് പോരുന്ന വഴിക്ക് കുറെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിന്. പിന്നെ ഞാൻ ലാസ്റ്റ് 2 കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്യാൻ നേരത്ത് റാപ്പിഡോയിൽ ഒരു സൗത്തേക്ക് അടിച്ചു 251 രൂപയുടെ. അപ്പൊ ഞാൻ വേഗം എടുത്തു. കാരണം ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ചിലപ്പോൾ ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ കുറെ സമയം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞു. കാരണം ഇത് ഡ്രോപ്പ് ചെയ്യാൻ ഒരു 7 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ 10 മിനിറ്റ് ആവുമോ ചോദിച്ചു. 6. അപ്പൊ ഒരാൾ ക്യാൻസൽ ചെയ്ത്. പിന്നെ യാത്രയിൽ അതേ ട്രിപ്പ് അടിക്കണം. അപ്പൊ ഞാൻ അതും അക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ നോക്കുമ്പോൾ അതേ കസ്റ്റമർ തന്നെ. പിന്നെ ഞാൻ എന്തായാലും ആൾക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്യാലോ. പിന്നെ അതിൽ വിളിച്ചിട്ടില്ല. ഞാൻ അതിനപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ട്രിപ്പ് അടിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് നോക്കട്ടെ. അവിടുന്ന് ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ട്രിപ്പ് അടിച്ച സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അവിടേക്ക് എത്ര 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഡിസ്റ്റൻസ്. അപ്പൊ ചിലപ്പോഴും ഇപ്പോഴും ആ കസ്റ്റമറിന് വണ്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ നമ്മൾക്ക് ട്രിപ്പ് അടിക്കും. നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ നോക്കിയോട്ടെ. നമുക്ക് റാപ്പിഡോയിൽ ഇപ്പൊ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 200 ആണോ 300 ആണോ കറക്റ്റ് നോക്കാൻ പറ്റിയില്ല. എവിടേക്കാ ഡ്രോപ്പ് ഒന്നും കാണാൻ പറ്റില്ല. എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് പിക്ക് ചെയ്യാൻ. അലീന കസ്റ്റമർ. ഞാനിപ്പോ ഇവിടെ NGO ക്വാർട്ടേഴ്സിലാട്ടുള്ളത്. ഞാൻ റൂമിലേക്ക് പോവാണ്. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രോബെറി വിലക്കുറവുണ്ടപ്പോഴേ 2 ബോക്സ് 150 രൂപ. അപ്പോൾ ഒന്ന് വാങ്ങാൻ വേണ്ടി നിർത്തിയതാ. അപ്പോൾ ഊബർ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. റാപ്പിഡോ യാത്ര ഓണാണ്. അത് ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ ആക്കും. 1500 രൂപക്കാണ് ഇന്ന് ഓടിയത് 7 ട്രിപ്പ്. അത് ലാസ്റ്റ് 2-3 ട്രിപ്പ് ഓടിയത് ഊബർ ഭയങ്കര നഷ്ടത്തിലായി. ഇത് 7 കിലോമീറ്റർ 155. ഇത് 19 കിലോമീറ്റർ ഉണ്ട് 280 ഉള്ളൂ. അതിൻ്റെ മുമ്പത്തെ ഇന്റർസിറ്റി ട്രിപ്പ് കിട്ടിയോണ്ട് സെയിം കിലോമീറ്ററാണ് 19. പക്ഷെ ഇതിന് 481 കിട്ടി. ഇതിന് 280. അപ്പോൾ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും നാളെ എന്തായാലും ലീവായിരിക്കും. മറ്റന്നാൾ തിങ്കളാഴ്ച കാണാം.